വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനും ഒക്കെ നടക്കുന്നത്, അതടക്കം തടയാൻ വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ വോട്ടർ പട്ടികയിലെ പേരുകളുടെ ആവർത്തനം കണ്ടെത്തി തടയാൻ 2008 മുതൽ നടപ്പാക്കി വന്ന ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 2 വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നേയില്ല. 2022 അവസാനം വാർഷിക വോട്ടർ പട്ടിക പുതുക്കലിലാണ്, അതായത് സ്പെഷ്യൽ സമ്മറി റിവിഷൻ്റെ സമയത്താണ് ഇത് ഉപയോഗിച്ചത്. 2023 പട്ടിക പുതുക്കിയപ്പോൾ രാജ്യവ്യാപകമായി 3 കോടിയോളം വ്യാജ പേരുകൾ ഒഴിവാക്കിയെന്നാണ് കമ്മീഷൻ്റെ കണക്ക്. ഒരേ ഫോട്ടോ ആവർത്തിക്കുന്നതും ഒരാൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടറായി എത്തുന്നതും തടയാൻ ഈ സോഫ്റ്റ്വെയർ ഉപകരിക്കും. ഈ സോഫ്റ്റ്വെയർ പൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. ബ്രസീലിയൻ യുവതി എന്ത് ഭ്രാന്താണിത് എന്ന് പറഞ്ഞ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ വന്ന ആ യുവതിയുടെ പരാമർശവുമുണ്ട്. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, എന്ത് ഭ്രാന്താണിത്? പ്രതികരണവുമായി രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണത്തിലൂടെ ഇന്ത്യയിൽ വൈറലായ ബ്രസീലുകാരി, ബ്രസീലിലെ ബൈലോ ഹൊറിസോണ്ടയിലെ സലൂൺ ഉടമയാണിവർ. ലാരിസ നെറിയുടെ ഫോട്ടോ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഈ ലാരിസ എന്ന പേരുള്ള ബ്രസീൽ മോഡൽമാർ ഒന്നിലേറെ പേരുണ്ട്. ഇവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവരുടെയൊക്കെ ഫോട്ടോകൾക്ക് താഴെ ഇന്ത്യക്കാരുടെ പരിഹാസ കമൻറ്റുകളും അതേപോലെ വിമർശന കമൻറ്റുകളും ഒക്കെ തുടരുകയാണെന്നുള്ള വാർത്തയും ഇന്നലെ പുറത്തു വന്നിരുന്നു.